നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്തുള്ള കോറോം എന്ന ഗ്രാമത്തിൽ ജനിച്ച് വളർന്ന ഒരു ചിത്രകലാ അധ്യാപകനെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം 2 വർഷം മുമ്പ് നമ്മോട് വിട പറഞ്ഞു. എന്നാലും അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ ചിത്രകലയും അതുപോലുള്ള ശില്പങ്ങളുമൊക്കെ നിർമ്മിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹവും ഒരു ചിത്രകല അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ മകനും ഒരു ചിത്രകല അധ്യാപകനായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മകനായ സാറിൽ നിന്നും നമുക്ക് നേരിട്ട് തന്നെ അറിയാം. ഉണ്ണി മാഷയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. കണ്ടതിൽ വളരെ സന്തോഷം. നമ്മുടെ ഒരു ചാനലുണ്ട്, ഗംഗ ഏഴിമല. അപ്പോൾ മാഷയുടെ ഈ സൃഷ്ടികളൊക്കെ ഇങ്ങനെ ഇവിടെ അന്യം നിന്ന് പോകുന്ന ഒരു കണ്ടീഷനാണെന്നുള്ള വിവരം കിട്ടി. അപ്പോൾ കുറേ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഒന്നിനൊന്ന് മെച്ചമെന്നേ പറയാനുള്ളൂ. ഒന്നിനെ പറ്റിയിട്ടും നമുക്കൊന്നും പറയാൻ അർഹതയില്ലാത്ത പോലെ അത്രയും വലിയൊരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കലാരൂപമായാലും വെങ്കൽ ശില്പമായാലും അദ്ദേഹത്തിൻ്റെ ചിത്രകലയായാലും അതൊരു അസാധ്യ സംഭവമായിട്ടാണ്. അപ്പോൾ എനിക്ക് അറിയാനുള്ളത്, പ്രേക്ഷകർക്ക് അറിയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എപ്പോഴും മുതലായിരിക്കും അദ്ദേഹം ഈ കലാരൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും പോകുന്നത്? അച്ഛൻ്റെ ചെറുപ്പകാലത്തിൽ ഈ കലാപരമായിട്ട് ഭയങ്കര ഇതാണെന്ന് അമ്മമ്മ അതെല്ലാം അച്ചാച്ചൻ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. ഈ അമ്മമ്മ പിന്നെ മകനാണല്ലോ. അതെ 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 അതെ. അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ ഈ കൊല്ലപ്പണി, ശരി, കൊല്ലപ്പണി അതിലാണ് നമ്മളെ ഈ ഇത് വരുന്നത്, കുലം വരുന്നത്. അപ്പൊ അതിലൂടെയെല്ലാം അച്ഛൻ കണ്ടിട്ട് അതിന്റെ ചെറിയ പല രൂപങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് ചെറുപ്പത്തിലേ കാണുന്നുണ്ടല്ലോ. അതെ അതെ അതെ, ആ ഒരു കാര്യമുണ്ട്. പിന്നെ വളർന്ന സമയത്ത് പഠിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പഠിച്ചിട്ട് ശേഷം നമുക്കൊരു ദേവി ആർട്സ് എന്ന് പറഞ്ഞൊരു അമ്മാവനുണ്ടായിരുന്നു. അയാള് കാസർഗോഡ് വലിയ കലാകാരനാണ്. ശരി ശരി. ചെറുപ്പകാലത്തെല്ലാം അവിടെയാണ് അച്ഛൻ. ശരി. അപ്പൊ ഇതേപോലെ അച്ഛൻ്റെ അതേ വരേനെക്കാട്ടും ഭയങ്കര വരച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അറിയപ്പെടുന്ന ദേവി ആർട്സ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് അച്ഛൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. ശരി ശരി. അങ്ങനെയാണ് അറിയപ്പെടുന്നത്. നമ്മൾ അവിടെ ഉണ്ടായിരുന്ന അറിയപ്പെടുന്നത്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടെടുത്തു. പിന്നീട് പിന്നെ കോളേജുകളെല്ലാം കഴിഞ്ഞ് പിന്നെ അച്ഛൻ ഇക്ബാൽ ഹൈസ്കൂളിൽ കാഞ്ഞങ്ങാട് ഇക്ബാൽ ഹൈസ്കൂളിൽ പിന്നെ ചിത്രകല അധ്യാപകനായിട്ട് ജോലി അപ്പോയിൻമെന്റ്. ശരി ശരി. അത് ഏകദേശം ഒരു റിട്ടയർഡ് വരെ അവിടെയായിരുന്നു. ഒരുപാട് വർഷത്തെ അവിടുന്ന് തന്നെ പിന്നെ കുട്ടികൾക്ക് വർക്ക് എക്സ്പീരിയൻസ്, ചിത്രകലയിലും ഈ ശില്പങ്ങളിലുമുള്ള വർക്ക് എക്സ്പീരിയൻസ്, അതിലൂടെയാണ് അച്ഛൻ ഭയങ്കര നാട്ടുകാരും ജനങ്ങളും പുറം ലോകം അറിയുന്നത് വളരെ നല്ലത്. അതിൽ ഈ പാമ്പ് മകിടി ഊതുന്നത്, അങ്ങനെയുള്ള ഒരുപാട് തലത്തിൽ എവിടെ കൊണ്ടുപോയാലും ഇതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശില്പങ്ങൾ വലിയ നമ്മൾക്ക് ഈ നാടുകളിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവം കെട്ടുകാഴ്ച എന്നൊക്കെ പറയുന്നതിൽ ഈ നിശ്ചല ശില്പങ്ങളൊക്കെ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണെന്നുള്ള ഒരു കേൾവി നമുക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിയല്ലേ? ശരിയാണ്. വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമുക്ക് ഈ പിന്നെ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത് ഈ കൊല മുറിച്ചിട്ട് ഈ വാഴയുണ്ടല്ലോ. അതെ അതെ അതെ. അതുപോലുള്ള ഒരു തലത്തിലാണ് പണ്ട് കാഴ്ചകൾ ഉണ്ടായിരുന്നത്. ഇപ്പം കാണുന്ന ടാബ്ലോ ഈ തേര് അതൊന്നുമില്ല. പണ്ട് ചക്ക മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു. അതെ. പിന്നെ ഈ അച്ഛൻ ഇവിടുന്ന് ഈ വർക്ക് എക്സ്പീരിയൻസിന്റെ എല്ലാം ഇത് ഉണ്ടാക്കും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ. അത് ശരി. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ നാട്ടുകാരെല്ലാം ഇങ്ങനെ കൂടുതലുണ്ട്, ശ്രദ്ധിക്കപ്പെടും. നാട്ടിലൊരു കലാകാരൻ ഇങ്ങനെ വരുന്നത് ശ്രദ്ധിക്കപ്പെടും. അന്നേരം ഇവിടുന്ന് ആക്കിക്കൊണ്ടുപോകും. അപ്പൊ അതിലൂടെ ആകുമ്പം പിന്നെ ഇത് നമ്മളെ ക്ഷേത്രങ്ങളിലേക്ക് അറിഞ്ഞു. ഇങ്ങനെ ഒരാള് ഇങ്ങനെ രൂപങ്ങള് ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരാൾ ചെയ്യുന്നുണ്ട്. അന്നേരം പിന്നെ അടുത്തുള്ളൊരു ക്ഷേത്രക്കാരൻ പറഞ്ഞു, നമുക്ക് ഈ പ്രാവശ്യങ്ങളിൽ നമുക്കൊരു ടേബിളോ ഇന്ന രീതിയിൽ കാഴ്ചക്ക് ഒരു പ്രദർശനത്തിന് ദേവിയുടെ രൂപം രൂപം നമുക്കൊന്ന് ആക്കിയാൽ അതൊന്ന്
ഒരു വെറൈറ്റി ആവും. അതെ, ആദ്യമായിട്ട് ഇങ്ങനെ അതെ നാട്ടുകാർക്ക് കാണാനൊരു കാണാനാ. അതെ അതെ. അപ്പൊ ഈ നാട്ടുകാരെല്ലാകുമ്പോ ഈ നാട്ടുകാർ നമ്മളെടുത്ത എല്ലാ നാട്ടുകാരെല്ലാം വീട്ടിൽ വരും വരും. അതെ, അതിനൊട്ടിക്കാനും പേപ്പർ എല്ലാം സഹായിക്കാൻ എല്ലാവരും സഹകരണം. മോൾഡാണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത് പണ്ട് കാലം മുതൽ. അതെ അതെ അതെ. പേപ്പർ മോൾഡ് അച്ഛൻ അന്നേരം അത് നമ്മൾ പിന്നെ ഈ ആദ്യം മണ്ണിൽ ചെയ്യും. എന്നിട്ട് അതിനിങ്ങനെ പേപ്പർ ഒട്ടിച്ചിട്ട് കന ആക്കിയിട്ടാണ് ബാക്കി പിന്നെയാണ് ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും മറ്റേ ഇതൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ആ മെത്തേഡിലാണ് ഇത്ര കൊല്ലായിട്ട് പോയി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് നമുക്കത് ഒരുപാട് കാലം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അത് അത്രത്തോളം അതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യത. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയത് അതിന് ഉപയോഗിച്ച ബേസിക് വസ്തുക്കൾക്ക് ഒരു ലൈഫ് പീരീഡ് ഉണ്ട്. അപ്പോൾ അതിനെ സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് വലിയ ലക്ഷങ്ങളുടെ മുതൽ എന്ന് വെച്ചാൽ കലാരൂപങ്ങൾ നശിച്ചു പോയി. ചെറിയ കാലത്ത് അങ്ങനെ ഒരുപാട് ചതല് അങ്ങനെയുള്ള അതിന്റെ കാഴ്ച മങ്ങുന്നവർ അതിന്റെ ഒരു ഭംഗി പോകുന്ന ഈ മഴയത്തും വെയിലത്തും നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റാത്ത. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ നമുക്ക് പ്രാദേശികമായിട്ട് ക്ലബ്ബുകളോ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെയുള്ള സംഭവങ്ങളോ ഇദ്ദേഹത്തിൻ്റെ ഈ കഴിവ് തിരിച്ചറിഞ്ഞിട്ടില്ല സഹായിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും മുൻകൂട്ടി ഈ മുൻകൈ എടുത്ത് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഇത് പിന്നെ അമേരിക്കയിലെല്ലാം തെയ്യത്തിൻ്റെ രൂപങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോക്ലോർ അക്കാദമിയിൽ, പിന്നെ തിരുവനന്തപുരം ആർട്ട് ഗാലറിയിൽ, പിന്നെ ഈ ചിത്രകലാ പരിഷത്ത് കേരളത്തിന്റെ അവിടേക്കെല്ലാം നമ്മൾ ഈ പ്രദർശനത്തിന് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. മുത്തപ്പന്റെ വിഗ്രഹങ്ങൾ പിന്നെ നമ്മള് മുച്ചിലോട്ട് ഭഗവതിയുടെ വിഗ്രഹം ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിന്റെ വീടുകളിൽ അതൊരു ലാൽ സാറിന്റെ വീട്ടിൽ ലാലേട്ടന്റെ വീടുകളിലൊക്കെ അദ്ദേഹത്തിന്റെ ബാലേട്ടന്റെ കലാരൂപങ്ങൾ ഇപ്പോഴുണ്ടെന്നാ പറയുന്നത്. വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണ് അത്. നമ്മള് പിന്നെ ഈ ഏലിയാസ് ജാക്കി പുതിയ സിനിമ ആ സിനിമ ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മളൊരു തെയ്യം രൂപകൽപ്പന ചെയ്തിട്ട് കൊടുത്തു. വളരെ സന്തോഷം. പുതിയൊരു അറിവാണല്ലോ അത്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഈ പ്രദർശനത്തിനൊക്കെ വെച്ചിട്ട് ഇപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ ഒരു കലാകാരൻ്റെ ഒരു ചിത്രകലയൊക്കെ ലക്ഷങ്ങളിലൊക്കെ വിറ്റ് പോകും, ലേലൊക്കെ ചെയ്ത്. അങ്ങനെ എന്തെങ്കിലും ക്ലബ്ബുകളോ സംഘടനകളോ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ സഹായം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചില പിന്നെ കണ്ണൂർ വലിയ പിന്നെ ഞാൻ പറഞ്ഞു എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലും ബാംഗ്ലൂർ പോലെ എക്സിബിഷൻ ചിത്രകലാ പരിഷത്ത് അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ഏകദേശം ഇല്ല ആളുകൾ തന്നെ ഈ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാം നമ്മൾ കൊടുക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരുപാട് ചിത്രങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു, അതിപ്പം നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കലാകാരന്മാരോട് അല്ലെങ്കിൽ സംഘടനയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. സത്യം പറഞ്ഞാൽ വെച്ചാൽ അച്ഛനെന്നൊരു വ്യക്തി എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു അറിയപ്പെടുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. തീർച്ചയായും ഇല്ല, അത്ര എത്തിയില്ല. ഇപ്പം നമ്മള് ഉണ്ണിക്കാനായി അതൊക്കെ ഫേമസ് ആർട്ടിസ്റ്റാണ്. കുഞ്ഞിരാമൻ സാർ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഭയങ്കര ഫേമസ്. അതെ, തീർച്ചയായും എല്ലാവരും ലോകം അറിയുന്ന കലാകാരനാണ് ഇദ്ദേഹം. ഈ ഗ്രാമത്തിലുള്ളത് അത്രയും വൈഡായിട്ട് അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്കൊരു സംശയം. കാരണം ഇവിടെ ചിത്രങ്ങൾ ഞാൻ കുറച്ച് നേരത്തെ കണ്ടു, പലതും കണ്ടു, അത് തീർന്നു. അതിൻ്റെ ആ നശിച്ചെന്ന് പറഞ്ഞാൽ അത് ഏകദേശം തീരുന്ന ഒരു. അപ്പോൾ അതിനു മുമ്പേ അത് സംരക്ഷിച്ച് നിർത്തേണ്ടത് ഒരു കലാകാരൻ്റെത്. നമ്മൾ അങ്ങനെ നശിപ്പിക്കാതെ ഒരു വ്യക്തികൾക്ക്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വ്യക്തി വിചാരിച്ചാൽ അത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കിയിട്ട് ഒരു ഗാലറിയൊക്കെ ഉണ്ടാക്കി അതിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന പോലെ അങ്ങനെ ആരെങ്കിലും ഇദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾക്ക് എന്താ അതിനെപ്പറ്റി അഭിപ്രായം? അപ്പോൾ സാറ് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഇത് നമ്മളെ കൊണ്ട് നമ്മൾ ചെറിയൊരു ഒരു അധ്യാപകൻ ആ വരുമാനം കൊണ്ട് ഇത്രയും വലിയൊരു നമുക്ക് ഗാലറി ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇത് ചെയ്യാം വെച്ചാൽ നമ്മളെ കുറച്ച് കലാകാരന്മാരെ കൂട്ടായ്മ ജോയിന്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം എന്ന രീതിയിൽ
അതിന് വേണ്ടുന്ന പിന്നെ ചെറിയൊരു സർട്ടിഫിക്കറ്റ് എൻ്റെ അടുത്തുണ്ട്. ഫോക്ലോറിൻ്റെയും മറ്റേ ചിത്രകലയുടെയൊക്കെ സർട്ടിഫിക്കറ്റ്, ചിത്രകല അക്കാദമിൻ്റെ. അത് ചെറിയൊരു ഇവിടെ നിന്ന് എല്ലാവരും കൂടി സംഘടിച്ചിട്ട് ഒരു കൂട്ടായ്മ, ഇപ്പോൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ പോലെ ഒരു കൂട്ടായ്മ, കലാകാരന്മാർ കൂട്ടായ്മയെല്ലാം ഒത്തുചേർന്ന് ഇതിനെ ഒരു ചെറിയൊരു റൂം പോലെ ആക്കിയിട്ട് ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കും ഈ വരും തലമുറക്കും കാണാൻ വലിയൊരു ഉപകാരമാകുമായിരുന്നത്. ഇന്ന് നമുക്ക് ഏറ്റവും നല്ലത് വെച്ചാൽ നമ്മൾ ഈ പെരുമ്പേ പുഴ, അവിടെയെല്ലാം നല്ല ടൂറിസത്തിന് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ്, സാധ്യതയിലാണ്. എനിക്ക് അച്ഛൻ്റെ ഒരു സ്മാരകം എന്ന രീതിയിൽ ചെറിയൊരു ഗാലറി പോലെ, ആർട്ട് ഗാലറി പോലെ ബാലൻ കോറത്തിൻ്റെ സ്മരണക്ക് എന്ന രീതിയിൽ. അതെ അതെ. അതിന് വേണ്ടുന്ന നമ്മൾ പിന്നെ വെങ്കല ശില്പമുണ്ട്, പിന്നെ ചിത്രങ്ങളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. അതെ, കുട്ടികളെ വേണമെങ്കിൽ ഇനി വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും. ഇനി അങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് വരും തലമുറക്ക് അതൊരു തീർച്ചയായിട്ടും ഒരു മുതൽക്കൂട്ടാവും. തീർച്ചയായും ഇനിയുള്ള കലാകാരന്മാരെ ശില്പങ്ങളും അതിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും അല്ല ഇതുപോലുള്ള കലാകാരന്മാരായിട്ട് ഇങ്ങനെ ആരും അറിയാതെ കിടക്കുന്നവരുടെ കൂടെ ശില്പങ്ങൾ കൂടെ ചേർത്തിട്ട് നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബന്ധപ്പെട്ട അധികാരികളൊക്കെ സംസാരിച്ചിട്ട് അത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് നിങ്ങൾ പിന്നെ നിങ്ങളിലൂടെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇവിടുത്തെ വലിയൊരു കലാകാരൻ്റെ ഒരു കലാസൃഷ്ടികൾ മണ്ണോട് ചേർന്ന് പോകുന്ന ഒരു വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് കാണാൻ കഴിഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോടും ഇത് കാണുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു കലാസൃഷ്ടി അത് വെങ്കല ശില്പമായാലും ഇനി വരച്ചതായാലും ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്നവരെല്ലാം ഒരു കൂട്ടായ്മയായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ സന്തോഷം നമുക്ക് ഇത്രയും സംസാരിക്കാനും ബാലൻ മാഷെ പറ്റിയുള്ള സ്മരണകൾ, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കാണാൻ പറ്റിയതിനും വലിയ സന്തോഷം. നന്ദി, നമസ്കാരം. ബാലൻ മാഷിൻ്റെ കുടുംബത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഭാര്യ ചന്ദ്രികയും 3 മക്കളും. ആദ്യത്തേത് ബിച്ചു, രണ്ടാമത്തെ ബൈച്ചു, മൂന്നാമത്തേത് ബിച്ചേഷ് എന്ന ഉണ്ണി. ഈ ഉണ്ണിമാഷുമായിട്ടാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്.